പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കാൻ സാധ്യതയെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു. റൂൾസ് കർവ് പരിധിയായ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കാൻ ഇപ്പോൾ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കാർത്തു, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയാകുമ്പോൾ ഷട്ടറുകൾ തുറക്കാമെന്ന് തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ച സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്. പെരിയാർ, മഞ്ചുമല, ഉപ്പുതറ, ഏലപ്പാറ, അയ്യപ്പൻ കോവിൽ, കാഞ്ചിയാർ, ആനവിലാസം, ഉടമൻചോല എന്നിവിടങ്ങളിൽ നിന്ന് 883 കുടുംബങ്ങളിലെ 3220 പേരെ ഇന്ന് രാത്രി 8 മണിക്ക് മുൻപ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി റവന്യൂ പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്കായി 20-ലധികം ക്യാമ്പുകളും ഒരുക്കി കഴിഞ്ഞു. ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ പകൽ സമയത്ത് മാത്രമേ ആകാവൂ എന്ന് തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ചതായി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണ്. ഇപ്പോൾ ജലനിരപ്പ് 135.35 അടിയാണ്. റവന്യൂ പോലീസ് അധികാരികളുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കേണ്ട. ഏതായാലും നാളെ രാവിലെ 8 മണിക്ക് ചിലപ്പോൾ ഈ മുല്ലപ്പെരിയാർ തുറക്കാമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ പൊതുജനങ്ങൾക്ക് അറിയിപ്പായി നൽകിയിരിക്കുന്നത്. കാർത്തു, ശരി, മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ്. റൂൾസ് കർവ് പരിധിയായ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇതിന്റെ ഭാഗമായി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നാളെയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.